വിൻസ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്താണ് ഡൂംസ്ഡേ വിമാനം? ഡൂംസ്ഡേ പ്ലെയിൻ. ഡൂംസ്ഡേ എന്നാൽ ലളിതമായി പറഞ്ഞാൽ ലോകാവസാനം അല്ലെങ്കിൽ മഹാവിപത്ത് എന്നാണർത്ഥം. ഒരു ആണവ യുദ്ധമോ വലിയ പ്രകൃതി ദുരന്തമോ വന്ന് ഭൂമിയിലെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും തകരുകയും രാജ്യം മുഴുവൻ അപകടത്തിലാവുകയും ചെയ്യുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക വിമാനങ്ങളാണിവ. പറക്കുന്ന കമാൻഡ് ഓഫീസ്. ഭൂമിയിലുള്ള ഭരണകേന്ദ്രങ്ങളും കൺട്രോൾ റൂമുകളും ശത്രുക്കൾ തകർത്താലും രാജ്യത്തിന്റെ തലവന്മാർക്കും സൈനിക മേധാവികൾക്കും ആകാശത്തിരുന്ന് യുദ്ധം നിയന്ത്രിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും ഈ വിമാനത്തിൽ സാധിക്കും. ആണവ പ്രതിരോധം. ആണവ സ്ഫോടനങ്ങളിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ തരംഗങ്ങളെയും കാന്തിക തരംഗങ്ങളെയും പ്രതിരോധിക്കാൻ ഈ വിമാനങ്ങൾക്ക് പ്രത്യേക കവചങ്ങളുണ്ട്. ഇതിലെ ജനലുകളും ജനറേറ്ററുകളും വരെ അതിശക്തമായ സ്ഫോടനങ്ങളെ ചെറുക്കാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തുടർച്ചയായ പറക്കൽ. ദിവസങ്ങളോളം ആകാശത്തുതന്നെ തുടരാൻ ഇവയ്ക്ക് കഴിയും. പറക്കുന്നതിനിടയിൽ തന്നെ ഇതിലേക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള എയർ ടു എയർ റിഫ്യൂലിംഗ് സംവിധാനമുണ്ട്. അതിനൂതന ആശയവിനിമയം. കടലിനടിയിലുള്ള അന്തർവാഹിനികളിലേക്കും സബ്മറൈനുകൾ, ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റുകളിലേക്കും സൈന്യത്തിന്റെ മറ്റു വിഭാഗങ്ങളിലേക്കും ഒരേ സമയം രഹസ്യമായി സന്ദേശങ്ങൾ അയക്കാൻ ഇതിന് പ്രത്യേക ആന്റിനകളും ആശയവിനിമയ ഉപകരണങ്ങളുമുണ്ട്. നിലവിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ് ഇത്തരം വിമാനങ്ങൾ സ്വന്തമായുള്ളത്. റഷ്യ ഇറാനിന് നൽകിയ കമാൻഡ് വിമാനം. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാകുന്നതിന്റെ ഭാഗമായി ഈയിടെ റഷ്യ ഇറാനിലേക്ക് നൽകിയതായി പറയപ്പെടുന്ന വിമാനം യഥാർത്ഥത്തിൽ ഒരു ഡൂംസ്ഡേ വിമാനമല്ല, മറിച്ച് ഒരു അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനമാണ്. കമാൻഡ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റ്. മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിന്റെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. 1. എന്താണ് ഇതിന്റെ ഉപയോഗം? യുദ്ധമുഖത്ത് സൈന്യത്തിന് ആകാശത്തുനിന്ന് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകാനും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു പറക്കുന്ന യുദ്ധനിയന്ത്രണ കേന്ദ്രമാണിത്. ഇതിലൂടെ റഡാർ സംവിധാനങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളും ഉപയോഗിച്ച് ശത്രുക്കളുടെ വിമാനങ്ങളെയോ മിസൈലുകളെയോ വളരെ അകലെ വച്ച് തന്നെ കണ്ടെത്താൻ സാധിക്കും. 2. ഇത് നൽകിയതിന്റെ പശ്ചാത്തലം. ഇറാനും മറ്റ് അയൽരാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനാണ് റഷ്യ ഈ വിമാനവും അതോടൊപ്പമുള്ള സാങ്കേതിക സഹായങ്ങളും നൽകിയിട്ടുള്ളത്. 3. പ്രധാന സവിശേഷതകൾ. രഹസ്യ ആശയവിനിമയം. ശത്രുക്കൾക്ക് ചോർത്താൻ കഴിയാത്ത രീതിയിൽ സൈനികർക്ക് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കൈമാറാൻ ഈ വിമാനത്തിലെ സംവിധാനങ്ങൾ സഹായിക്കും. ശത്രുതരംഗങ്ങളെ തടയൽ. ശത്രുക്കളുടെ റഡാറുകളെയോ റേഡിയോ സന്ദേശങ്ങളെയോ തടസ്സപ്പെടുത്താനുള്ള ജാമിംഗ് ശേഷിയും ഇതിനുണ്ട്. മിസൈൽ പ്രതിരോധം. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും മിസൈലുകളെയും മുൻകൂട്ടി കണ്ട് അവയെ പ്രതിരോധിക്കാൻ ഇറാന്റെ മറ്റ് വ്യോമസേന വിമാനങ്ങൾക്ക് ഈ കമാൻഡ് വിമാനം കൃത്യമായ നിർദ്ദേശം നൽകും. ചുരുക്കത്തിൽ, ലോകാവസാന തുല്യമായ ആണവയുദ്ധങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കയും റഷ്യയും ഉപയോഗിക്കുന്നതാണ് ഡൂംസ്ഡേ വിമാനങ്ങൾ എങ്കിൽ, നിലവിലെ യുദ്ധസാഹചര്യങ്ങളിൽ വ്യോമസേനയെ ആകാശത്തുനിന്ന് നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന വലിയൊരു സുരക്ഷാ കവചമാണ് റഷ്യ ഇറാനിന് നൽകിയിട്ടുള്ള ഈ കമാൻഡിംഗ് വിമാനം. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും വലിയ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും പ്രചോദനകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിൻസ് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ വീഡിയോകളെക്കുറിച്ചും കൃത്യമായി അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ വളരാനും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനും സഹായിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക, പ്രചോദിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.